ടിക്കറ്റിന് വേണ്ടി നമ്മളെ ബന്ധപ്പെടൂല. ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് ഇല്ല, പറയാൻ വിഷമമുണ്ട്, പക്ഷെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷമുണ്ട്. 2 മാസം ജാനുവരിയിൽ കവിത ഫുള്ളാ. ജാനുവരി 1000+ കപ്പാസിറ്റി ഉള്ള തിയേറ്റർ 2 മാസം മുന്നേ ഫുള്ളായി. ഫാൻസിന്റെ ഇടയിൽ പലർക്കും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കവിതാ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ എമ്പുരാന്റെ റിലീസ് പ്രമാണിച്ച് എമ്പുരാൻ റിലീസിന്റെ തലേ ദിവസമായ ഇന്ന് ഇവിടെ വളരെ വലിയ ആഘോഷങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാൻസുകാർ തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്നിവിടെ DJ നൈറ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഇതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളമാണെന്ന് ഞാൻ പറഞ്ഞറിയുന്നില്ല. നമുക്ക് ഫാൻസോടൊന്ന് ചോദിച്ചറിയല്ലേ. റെക്കോർഡുകളൊക്കെ കടപുഴകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ 50 കോടി എന്നുള്ളത് അത് മലയാളത്തിലെ ചരിത്രമാണല്ലോ, നിലവിലില്ല. ഇനി അങ്ങോട്ടും ഇങ്ങനെ കൊണ്ടേ പറ്റുള്ളൂ. അത് നമുക്ക് അത്രക്ക് വിശ്വാസമുള്ള സംഭവം. ഒരു പടത്തിന്റെ FD കളക്ഷനായിട്ട് ഇട്ട 12 കോടി എന്ന് പറഞ്ഞത് പ്രീസെയിൽ വഴി മാത്രം, അതായത് അഡ്വാൻസ് ബുക്കിംഗ് വഴി മാത്രം തകർക്കപ്പെട്ടേക്കണേ. വെറും ഒരു 30 ലക്ഷം 40 ലക്ഷത്തിന്റെ വ്യത്യാസമുള്ളൂ. അത് ഇന്ന് രാത്രിത്തോടെ ഏകദേശം തീരുമാനവും. അത്രക്ക് പവറായിട്ടാണ് നമ്മൾ വന്നത്. ആ ഒരു ആവേശം നമ്മുടെ എല്ലാവരുടെയും ഉണ്ട്. ഇനി പടവും കൂടി ഒരു പോസിറ്റീവ് വൈബോട് വന്നാൽ വേറെ ഒന്നും നോക്കാനില്ല. ചരിത്രവും ഓൾറെഡി ചരിത്രമാണ്, പിന്നെ അതിൻ്റെ കൂടെ പടവും കൂടി ഒന്ന് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറി മറിയും കാര്യങ്ങൾ. 6 വർഷത്തെ കാത്തിരിപ്പോൾ ലൂസിഫർ കഴിഞ്ഞിട്ട് എമ്പുരാന് വേണ്ടിയിട്ട്. അത് കാരണം ഇപ്പോൾ ഇവിടെ തിയേറ്ററിലെ ആഘോഷം തന്നെ കണ്ടില്ലേ. നമ്മൾ മാതിരി വരവേൽപ്പാണ് കൊടുക്കാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര കൂടുതലാണ് എക്സൈറ്റ്മെന്റ്. ഇത്ര നാളായിട്ട് ഞങ്ങൾക്ക് ഒരു കംബാക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഈ പടത്തിൽ ഞങ്ങളെല്ലാം തിരിച്ചു പിടിക്കും. ഇതിൽ ആരാണ്ട് ഒരു വൻ കംബാക്ക് ആയിരിക്കും. ഇത് ലാലേട്ടൻ എന്തായാലും തിരിച്ചു വരും.